നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എപ്രകാരമുള്ളതാണ്? വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു: മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നതത്രേ, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. യേശു ഈ വചനങ്ങളെ പുരുഷാരത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഭക്ഷണ വ്യവസ്ഥയ്ക്ക് വചനം കൊടുത്തിരിക്കുന്ന പ്രാധാന്യത്തെ തള്ളിപ്പറയുവാനായിട്ടല്ല, മറിച്ച് ദൈവത്തിന്റെ മുൻപാകെ വരുമ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ദൈവം നോക്കുന്നു എന്നുള്ളത് കാണിക്കുവാനായിട്ടാണ്. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: വാക്കുകളുടെ പെരുപ്പം കൊണ്ട് ലംഘനങ്ങൾ ഉണ്ടാകുന്നു, എന്നാൽ അധരങ്ങളെ അടക്കുന്നവൻ ബുദ്ധിമാനാണ്. ചില സാഹചര്യങ്ങളിൽ നാം മൗനമായിരിക്കുന്നത്, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കുന്നത് ഒരുപക്ഷെ ദുർബലതയായി മനുഷ്യർ കണ്ടേക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അത് ജ്ഞാനത്തിന്റെ ലക്ഷണമാണെന്നാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നത് അവന്റെ വായിൽ നിന്ന് ലാവണ്യ വാക്കുകൾ പുറപ്പെട്ടു എന്നാണ്. ഒരു ദൈവത്തിന്റെ പൈതലിനെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നത് അവന്റെ വായിൽ നിന്ന് അനുഗ്രഹത്തിന്റെ വാക്കുകൾ പുറപ്പെടണം, മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ പുറപ്പെടണം. ശാപത്തിന്റെയും ക്രോധത്തിന്റെയും വാക്കുകൾ ഒരു ദൈവത്തിന്റെ പൈതലിന്റെ വായിൽ നിന്ന് പുറപ്പെടുവാനായിട്ട് പാടില്ല. ദൈവവചനം ഇങ്ങനെ പറയുന്നു: മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എപ്രകാരമുള്ളതാണെന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം: ദൈവമേ, എൻ്റെ വായിലെ വാക്കുകൾ, എൻ്റെ ഹൃദയത്തിലെ ധ്യാനം നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.